ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ട്രിവാൻഡ്രം സ്റ്റൈലിലൊരു മീൻ കറിയായിട്ടാണ് കേട്ടോ. ഇത് ട്രിവാൻഡ്രത്തിൻ്റെ പല ഭാഗങ്ങളിലും പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നന്ന് മുതൽ എൻ്റെ കസിൻ സിസ്റ്റേഴ്സ് പറഞ്ഞു തന്നൊരു രീതിയിലാണ് ഈ മീൻ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം പോയിട്ട് ട്രിവാൻഡ്രം സ്റ്റൈലിൽ മീൻ കറി നമുക്ക് തയ്യാറാക്കാം. ഈ മീൻ കറി തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് ഒരരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിക്ക് നമുക്കൊരു എരിവ് ഇത്തിരി കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 2 ടീസ്പൂൺ അളവിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 3-4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിതൊരു ഈ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് മഷി പോലെ അരയേണ്ടതില്ല. ഞാനിപ്പോൾ 1/2 കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ തക്കാളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തൊണ്ടൻ മുളക് ചേർത്ത് കൊടുക്കണം. തൊണ്ടൻ മുളക് ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടൻ മുളകാണ് ഈ മീൻ കറിക്ക് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ഏകദേശം ഒരു കപ്പോളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിതിലേക്ക് മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ ചേർക്കാം കേട്ടോ. സാധാരണ മുരിങ്ങാക്കായ ചേർത്തിട്ടാണിത് തയ്യാറാക്കുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ മുരിങ്ങാക്ക ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ മുരിങ്ങാക്കോല് ചേർത്തോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു വലിയ നെല്ലിക്ക വലിപ്പം പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയാണ് ഞാനിപ്പോൾ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ പുളിയാണ് പിഴിയേണ്ടത്. കുടംപുളിയൊന്നും അങ്ങനെ ചേർക്കാറില്ല. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി അടുപ്പത്തിരുന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കറിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരളവിൽ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് പിന്നീട് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് ചട്ടി ഒന്നെടുത്ത് ചുറ്റിച്ചു കൊടുക്കാം.
ഇനി നമ്മുടെ കറി ഇവിടെ ഇരുന്ന് നന്നായിട്ട് മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി മീനൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 2-3 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് പ്രത്യേകിച്ച് വേണ്ടത് കേട്ടോ. ഇനി ഒന്നുകൂടി നമുക്ക് കലമെടുത്ത് ചുറ്റിച്ചു കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയൊക്കെ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.